ആ തേവക്കേട്ടുകാരെ എല്ലാരെയും സ്വാധീനിച്ച് അച്ഛന് ശിക്ഷ വാങ്ങിക്കൊടുക്കും. പാവം അച്ഛൻ. ചേച്ചി, അമ്മ വക്കീലിനെ കണ്ടിട്ട് വരട്ടെ. വക്കീൽ എന്ത് പറയുന്നു നോക്കാം. ചേച്ചി വാ. നീ ഹോസ്പിറ്റലിൽ പോകാൻ മറ്റോ ചെയ്തോ? ഇല്ല ഗിരീഷേട്ടാ, മെഡിസിൻ വാങ്ങി കഴിച്ചു. ഇപ്പൊ ഓക്കെ. രംഗനാഥൻ സാറ് വക്കാലത്ത് ഏറ്റെടുത്ത നമ്മൾ രക്ഷപ്പെട്ടു. ആ, എന്തായാലും നമുക്ക് നോക്കാം. ഗിരീഷേട്ടാ, കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചല്ലോ അല്ലേ മാഡം? സംസാരിച്ചു. വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് രംഗനാഥൻ സാർ പറഞ്ഞത്. നിരപരാധിയായ ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സാറ് മേഡത്തിനെ കേട്ട് ഇത്രയും നേരം ഇരുന്നത് തന്നെ ഭാഗ്യം. അതെ, സത്യത്തിൽ രംഗനാഥൻ സാറ് ഈ കേസ് ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചപ്പോൾ തന്നെ കേസ് ജയിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു തോന്നല്ല ഞാൻ. ആ, ഫീസും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പറയുമെന്ന് പറഞ്ഞു. അടുത്ത അപ്പോയിന്റ്മെന്റ് 16-ാം തീയതി ആയിരിക്കും. അന്നായിരിക്കും സാറ് ഒഫീഷ്യലായിട്ട് കേസ് ഏറ്റെടുക്കുന്നത്. അടുത്ത മീറ്റിംഗ് 16 ആകുമല്ലേ? യെസ്. സാറ് നല്ല തിരക്കില്ല. നാളെ ഡൽഹിക്ക് പോകും. മറ്റന്നാൾ സുപ്രീം കോടതിയിൽ വാദമുണ്ട്. സ്റ്റേറ്റിന് വേണ്ടിയാ ജയ്പാൽ കേസ്. 4-ാം തിരിച്ചെത്തും. അടുത്ത ദിവസം ഹൈക്കോടതിയിൽ പ്രമാദമായ അനുശ്രീ വധക്കേസിന്റെ അവസാനഘട്ട വിചാരണയാ. 16-ാം തീയതിയെ സമയമുള്ളൂ. അപ്പൊ ഞാൻ 16-നെത്താം. താങ്ക് യു സർ. മാഡം, സാറിനെ കാണാൻ വരുമ്പോൾ ഫീസിന്റെ അഡ്വാൻസുമായിട്ട് വേണം വരാൻ. അഡ്വാൻസ് ഫീസ് നൽകി കഴിഞ്ഞായിരിക്കും അടുത്ത അപ്പോയിന്റ്മെന്റ്. തീർച്ചയായും. ഫീസ് എത്രയാ? അഡ്വാൻസ് എത്രയാണ് കരുതേണ്ടത്? 5 ലക്ഷം. 5 ലക്ഷമാണല്ലേ ഫീസ്? 5 ലക്ഷം അഡ്വാൻസ് ആണ്. എന്താ മാഡം? ഒന്നുമില്ല. ഹരിസാറിന്റെ ആളാണെന്ന് പറഞ്ഞിട്ടാ തുകയിൽ സാറ് കുറവ് വരുത്തിയത്. അഡ്വാൻസ് 5 ലക്ഷം വാങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു. ടോട്ടൽ എമൗണ്ടും കുറവുണ്ടാവും. ടോട്ടൽ എമൗണ്ട് പിന്നെ അറിയിക്കും. അല്ല മാഡം, എല്ലാം ഓക്കെ അല്ലേ? അതെ അതെ, 5 ലക്ഷമായിട്ട് എത്താം. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നേരത്തെ അറിയിക്കണേ. അപ്പോയിന്റ്മെന്റ് ക്യൂവിലെ അടുത്ത ആളിന് കൊടുക്കാനാ. ഒരു മാറ്റമില്ല സർ. എമൗണ്ടിന്റെ കാര്യത്തിൽ ടെൻഷനൊന്നുമില്ലല്ലോ? ഇല്ലില്ല. എങ്ങനെയും ഈ കേസ് ജയിച്ചേ പറ്റൂ. എത്ര രൂപ ചെലവായാലും എനിക്ക് എന്റെ ഭർത്താവിനെ പുറത്തു കൊണ്ടുവരണം. അതിനിപ്പോ എന്റെ മുന്നിലുള്ള ഒരേ ഒരു ആശ്രയം രംഗനാഥ കൈമൾ സാറ്. ഞാൻ 5 ലക്ഷം രൂപയുമായിട്ട് വരാം സർ. ശരി മാഡം. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.